അതിനകത്ത് അറിയില്ല. പേര് മാറ്റുന്ന സൗകര്യം ഗാന്ധിയുടെ ദൈവം തമ്പനല്ലോ വന്നു. മഹാത്മാഗാന്ധി ദൈവം തമ്പനാണോ എനിക്കറിയത്തില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന അങ്ങനെ അവതാരം കൊണ്ടാണല്ലോ. ബ്രിട്ടീഷുകാരൻ കൂമ്പി തിന്ന് തീമ്പി നമ്മളെ കടിച്ച് ചെയ്ത് ഒന്നും ഇല്ലാതാക്കി മറ്റ് ഭരിച്ചൊന്നും കിട്ടാനില്ലാതെ ഇട്ടേച്ച് പോയതാവൻ. അതിന് എന്നിട്ട് ഉടനെ തന്നെ നമ്മള് ഗാന്ധി സമരം ചെയ്ത് ഉണ്ടാക്കിയെന്നൊക്കെ മണ്ടത്തരം പറയാതെ. മഹാത്മാഗാന്ധി ദൈവവുമല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊണ്ട് അത് ഇന്ത്യക്കാരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. ആ സ്വപ്നത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വെടിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നത്. ഇന്നും അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ പോലെ പണത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും കേരളത്തിനകത്ത് എത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അത്രയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചെരുപ്പ് നക്കിക്കൊണ്ട് അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന തന്നെ കേരളം വിശേഷിപ്പിക്കുന്നത് ഇതുപോലൊരു നാറിയ രാഷ്ട്രീയക്കാരനെ കേരളം കണ്ടിട്ടില്ല എന്നാണ്. മനസ്സിലായോ? ശരിയാ, ആഫ്രിക്ക ചവിട്ട് പഠിച്ചു, ഇവിടുന്ന് ആരും ചവിട്ടിയില്ല. ഗാന്ധിജി ആഫ്രിക്കയിൽ പോയിട്ട് ചവിട്ട് വാങ്ങിയത് നിന്നെ പോലുള്ള ക്രിസ്സംഖ്യക്കും കൂടി വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ ലജ്ജ തോന്നുന്നുണ്ട്. ഇവിടെ പുള്ളി എന്നാ രണ്ട് പെങ്കൊച്ചുകളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോയതല്ലാതെ ഒരു ഉത്തരവും നമ്മളാരും ചെയ്തിട്ടില്ല. ജനങ്ങളുടെ നികുതി പൈസ കൊണ്ട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കിടന്നുകൊണ്ട് ഫോണിലൂടെ എന്റെ ചക്കരപ്പെണ്ണേന്ന് വിളിച്ചുകൊണ്ട് നിന്റെ കാമ കുത്തിക്കിഴപ്പ് തീർത്ത കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും നീ ഇതിനെ കാണല്ലടാ, നീ ഇതിനെ കാണല്ലേ. പ്രായമായ മനുഷ്യർക്ക് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവർ ചുമന്നുകൊണ്ടു പോകും. അതുമല്ലെങ്കിൽ പേരക്കുട്ടികൾ പെൺമക്കളാണെങ്കിൽ അവരും ചുമന്നുകൊണ്ടു പോകും. അതിനെ നിന്റെ കാമക്കണ്ണുകൊണ്ടും കാമവെറി കൊണ്ടും കാണല്ലടാ രാസാ, കാണല്ലേ. പണത്തിന് വേണ്ടി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ച നീ നാളെ ഇതിലും കൂടുതൽ പണം കിട്ടിയാൽ നിന്റെ സ്വന്തം തന്തയെ പോലും നീ മാറ്റി പറയാൻ മടിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തന്തയുടെ കഷ്ടകാലം.